മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ വിജയിച്ച സ്ഥാനാർത്ഥിക്കെതിരെ കള്ളവോട്ട് ആരോപണവുമായി എതിർ സ്ഥാനാർത്ഥി രംഗത്ത്. യുഡിഎഫിലെ ഗോൾഡൻ റഹ്മാനെതിരെ എൽഡിഎഫിന് വേണ്ടി മത്സരിച്ച അഷ്റഫ് പച്ചിലമ്പാറയാണ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. മുൻകാലങ്ങളിൽ മുസ്ലിം ലീഗ് മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്ന മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ ഇത്തവണ വെറും 93 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഗോൾഡൻ റഹ്മാൻ ജയിച്ചു കയറിയത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പ്രധാന എതിരാളിയായിരുന്ന എൽഡിഎഫിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അഷ്റഫ് പച്ചിലമ്പാറ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്നുള്ള മുസ്ലിം ലീഗ് പ്രതിനിധി 672 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നു. എന്നാൽ ഇത്തവണ 2 ബൂത്തുകളിലായി 1364 വോട്ടുകളാണ് പോൾ ചെയ്തത്. ഇതിൽ അഷ്റഫ് 666 വോട്ട് നേടിയപ്പോൾ 93 വോട്ടുകൾ അധികം നേടി ഗോൾഡൻ റഹ്മാൻ വിജയിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെ വ്യാപക കള്ളവോട്ട് നടന്നുവെന്നാണ് അഷ്റഫിന്റെ ആരോപണം. എൻസിപി പ്രവർത്തകനായ അഷ്റഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഇത്തവണ എൽഡിഎഫിന് വേണ്ടി ജനവിധി തേടിയത്. പാർട്ടിയുമായി കൂടിയാലോചിച്ച ശേഷം കോടതിയെ സമീപിക്കാനാണ് അഷ്റഫിന്റെ തീരുമാനം. അതിനിടെ കഴിഞ്ഞ വോട്ടെണ്ണൽ ദിവസം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുടെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ എതിർ സ്ഥാനാർത്ഥിയായ അഷ്റഫിന്റെ വീടിന് നേരെ അക്രമം അഴിച്ചുവിടുകയും കല്ലേറിൽ അഷ്റഫിനും ഭാര്യ അവാമിക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവങ്ങളാണ് കോടതിയെ സമീപിക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നാണ് അഷ്റഫ് പറയുന്നത്. കള്ളവോട്ട് സാധ്യത മുന്നിൽ കണ്ട് അഷ്റഫ് 2 ബൂത്തുകളിലുമായി 14,720 രൂപ കെട്ടിവെച്ച് വീഡിയോ ക്യാമറ സ്ഥാപിച്ചിരുന്നു. ഇതിലെ ദൃശ്യങ്ങൾ അപേക്ഷ നൽകി ശേഖരിച്ച ശേഷം തെളിവുകൾ സഹിതം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമെന്നും അഷ്റഫ് പച്ചിലമ്പാറ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.